മനുഷ്യനെ പോലും ഭക്ഷണമാക്കാൻ മടിയില്ലാത്ത പെരുമ്പാമ്പുകളെ വളർത്തി കോടികൾ സമ്പാദിക്കുന്ന ഏഷ്യയിലെ ചില ഗ്രാമങ്ങളെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവർ എങ്ങനെയാണ് പെരുമ്പാമ്പുകളെ വളർത്തുന്നതെന്നും ഇതിൽ നിന്ന് എങ്ങനെയാണ് കോടിക്കണക്കിന് രൂപ നേടുന്നതെന്നുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. പെരുമ്പാമ്പ് വളർത്തൽ പ്രധാനമായും ചൈന, തായ്ലൻഡ്, അമേരിക്ക, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലാണ് കണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ പെരുമ്പാമ്പ് വളർത്തൽ വളരെ വലിയൊരു ബിസിനസ് ശൃംഖല തന്നെയാണ്. ഇവയെ പ്രധാനമായും ഇറച്ചിക്ക് വേണ്ടിയും ഇവയുടെ തോൽ ഉപയോഗിച്ച് വിവിധതരം പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുമാണ് വളർത്തുന്നത്. പെരുമ്പാമ്പുകളെ വളർത്തി അവയുടെ തോലിൽ നിന്നും ഹാൻഡ് ബാഗുകൾ പോലുള്ള ആഡംബര വസ്തുക്കൾ നിർമ്മിക്കാൻ കഴിയുമെന്ന് ആദ്യം കണ്ടെത്തിയത് അമേരിക്കയിലാണ്. ഇതിനുവേണ്ടി വളരെയധികം വലുതാകുന്ന പെരുമ്പാമ്പുകളെയാണ് ഇവർ വളർത്തിയെടുക്കുന്നത് തന്നെ. എന്നാൽ ഇവയെ വളർത്തുന്നത് വളരെ നിസ്സാരമായ കാര്യമൊന്നുമല്ല. ഇവയെ ഒന്നിച്ചിട്ടാൽ ഇതെല്ലാം കൂടെ കിടന്ന് ഭയങ്കര ആക്രമണമാണ്. അതുണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ ഓരോന്നിനായിട്ട് തന്നെ വേറെ വേറെ കൂടുകളാണ് നൽകുക. എലികളെയും കോഴികളെയും ഒക്കെയാണ് ഇവയ്ക്ക് ആഹാരമായി കൊടുക്കുന്നത്. നല്ലപോലെ ആഹാരം കഴിക്കുന്നത് കൊണ്ട് തന്നെ അനങ്ങാതെ ഇതൊരു സ്ഥലത്ത് കിടക്കുകയാണ് പതിവ്. ശരാശരി ഇവയ്ക്ക് 6 മീറ്റർ നീളവും ഒരു 100 കിലോയോളം തൂക്കവും ഉണ്ടാവും. ഇനി ഇവയിലെ ഫീമെയിൽ പെട്ടവയുടെ ആണെങ്കിൽ മുട്ടയിടാൻ സമയമാകുമ്പോൾ ഒരുതരം പ്രത്യേകതരം ലിക്വിഡിൽ ഇവയെ മുക്കി കുളിപ്പിക്കാറുണ്ട്. ഇവയുടെ ശരീരത്തിലെ രോഗാണുക്കളും മറ്റും പോകാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷമാണ് മുട്ടയിടിയിലും മുട്ട വിരിയിക്കലും മറ്റും നടക്കുന്നത്. ശേഷം ഇവ വളർന്നൊരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ മുതൽ ഇവയുടെ കഷ്ടകാലവും ആരംഭിക്കും. അതായത് ഇവയുടെ തോൽ ലക്ഷ്യമിട്ടാണല്ലോ ഇതിനെ പ്രധാനമായും കൃഷി ചെയ്യുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇവയുടെ ശരീരത്തിൽ നിന്നും ഇവയുടെ തോൽ വേർതിരിക്കാനായി ചൂടാക്കുകയാണ് ഇവർ ചെയ്യുക. ശേഷം മീനിൻ്റെ ചെതുമ്പൽ കളയുന്നത് പോലെ ഇവയുടെ ശരീരത്തു നിന്നും ഇവയുടെ ചെകിളകൾ കത്തിക്കൊണ്ട് വേർതിരിച്ചെടുക്കുകയാണ് പതിവ്. പിന്നീട് മീനിൻ്റെ തൊലി കീറി മുറിക്കുന്നത് പോലെ ഇവയുടെ തൊലിയും കീറി മുറിച്ചെടുക്കുകയാണ് ചെയ്യുക. ഈ രീതിയിൽ പെരുമ്പാമ്പുകളിൽ നിന്നെടുക്കുന്ന തൊലി മാർക്കറ്റുകളിലെത്തി വിവിധതരം പ്രൊഡക്റ്റുകളായി മാറുകയാണ് ചെയ്യുന്നത്. തൊലി പോയ ശേഷമുള്ള മാംസം പലതരം ഭക്ഷണങ്ങൾ നിർമ്മിക്കാനും ഇവ ഉപയോഗിക്കാറുണ്ട്. ഇത്തരത്തിൽ പാമ്പിൻ്റെ ശരീരത്തിൽ നിന്ന് അടർത്തി മാറ്റിയ തൊലി പിന്നീട് പലതരം ക്ലീനിങ് പ്രോസസ്സൊക്കെ ചെയ്ത് നിരവധി ക്ലീനിങ് പ്രോസസ്സിലൂടെ കടന്നു വരുന്ന ആ തൊലി പലതരം ചായങ്ങളിൽ മുക്കും. അതിനുശേഷം ഇവയെ നാച്ചുറലായി തന്നെയാണ് ഇത് ഉണക്കിയെടുക്കുന്നത്. ഇത്തരം പാമ്പിൻ്റെ തോൽ ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി നടന്നു വരുന്നത്. ഇത്തരം പാമ്പിൻ തൊലികൾ കൊണ്ട് നിർമ്മിക്കുന്ന പ്രൊഡക്റ്റുകൾ ഒരുപാട് കാലം ഈട് നിൽക്കുകയും ചെയ്യും. മാത്രമല്ല ഇത്തരം തോല് കൊണ്ടുള്ള വസ്തുക്കൾ കൂടുതൽ ആഡംബരം നൽകുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഇത്തരം തോലുകൾ കൊണ്ട് ചെരുപ്പ് വരെ നിർമ്മിക്കാറുണ്ട്. ഇത്തരം ചെരുപ്പുകൾക്കൊക്കെ മാർക്കറ്റിൽ വലിയ ഡിമാൻഡാണ്. പൈത്തൺ സ്കിൻ ഉപയോഗിച്ച് പ്രധാനമായി ഫാഷൻ സാധനങ്ങളാണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഇവയുടെ വില. എന്നാൽ ഇന്ന് ഭൂരിഭാഗം രാജ്യങ്ങളിലും ഇത്തരം പാമ്പുകളെ വളർത്തുന്നതും ഭക്ഷണമാക്കുന്നതുമെല്ലാം കർശനമായി തന്നെ നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പാമ്പുകളെ ഉപയോഗിച്ചുള്ള ബിസിനസ്സുകൾ 1800 മുതൽ ഉണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ വിയറ്റ്നാമിലെ കൂടുതൽ ഗ്രാമങ്ങളും ഓരോ ദിവസം കഴിയും തോറും ഈ പാമ്പിൻ കൃഷിയിലേക്ക് ഇറങ്ങുകയാണ്. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.